നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊളസ്ട്രോളിനെ കുറിച്ചിട്ടാണ്. അപ്പം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. ചില ആളുകളിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ശരീരം കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചില ആളുകൾ എപ്പോഴും ഭയങ്കര ക്ഷീണം പിടിച്ച് കിടക്കും, അല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാനൊരു മൂഡില്ല, എപ്പോഴും ഒരു അലസരായിട്ട് നടക്കുന്ന കാരണം അവർ നല്ല ആക്റ്റീവായിരുന്നു, പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ എപ്പോഴും കിടക്കണം, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ഉറക്കം വരിക, ഇതൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ അതൊന്നാമത്തെ ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ചില ആളുകളുടെ കണ്ണിനടി അല്ലെങ്കിൽ കണ്ണിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കൊളസ്ട്രോൾ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ജാന്തലക്സ്മ എന്ന് പറയും. അപ്പോൾ അത് ഡെപ്പോസിറ്റ് ആവുന്നത് കൊളസ്ട്രോൾ ഫാറ്റാണ്. അത് നമുക്ക് കൊളസ്ട്രോൾ കൂടുന്ന സമയത്താണ്. പിന്നെ ചില ആളുകളിൽ ഈ ഫോർഹെഡ് ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതലായിട്ടും കറുപ്പ് നിറം ഉണ്ടാവുന്നത്, ഇതൊക്കെ കൊളസ്ട്രോൾ പേഷ്യൻസിലാണ്. പിന്നെ അവർക്ക് തോന്നുന്ന കുറച്ച് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ അവരിൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവർക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം ഒന്ന് നടക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റെപ്പൊക്കെ കയറുമ്പോഴേക്ക് തന്നെ വല്ലാത്തൊരു കിതപ്പ്, അല്ലെങ്കിൽ ഒരു വിമ്മിഷ്ടം പോലെ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് നിങ്ങളിൽ വല്ലാതെ അനുഭവപ്പെടുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും അവരിൽ കാണിക്കുന്നത്. പിന്നെ അവർക്കും ക്ഷീണം അനുഭവപ്പെടാം. നമ്മൾ കാണുന്നത് പോലെ തന്നെ അവരിൽ ആ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് നിൽക്കാം. പക്ഷേ ചില ആളുകൾ അത് നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ജോലീൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ കൊണ്ട് വന്നതായിരിക്കാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൊളസ്ട്രോൾ എപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പെട്ടെന്നാണ് അതിൽ വേരിയേഷൻസും കാര്യങ്ങളും വരിക. പലരും, അതായത് പല പേഷ്യൻസും നമ്മളടുത്ത് വന്ന് പറയുന്നത് 3 months ബാക്ക് ഞാൻ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പം എനിക്കത് വളരെ കുറവായിരുന്നു, ടോട്ടൽ കൊളസ്ട്രോളൊക്കെ 200ൻ്റെ താഴത്തായിരുന്നു എന്നാണ്. പക്ഷേ പെട്ടെന്ന് അവരിലൊരു 3 months ചേഞ്ച്, അല്ലെങ്കിൽ 3 months ഫുഡ് ഹാബിറ്റ്സ് അവരിൽ കൊളസ്ട്രോൾ കുറച്ച് കൂട്ടി. അപ്പോൾ അത് 250 എബോ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ എന്താണെങ്കിലും ശ്രദ്ധിക്കണം. നമുക്കൊരു 250യുടെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സസൈസും ഡയറ്റും ഒക്കെ എടുക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് നോർമലായിട്ട് വരും. പക്ഷേ ഒരു 250 എബോ ആണ് നിങ്ങൾ ഒരു തവണ ചെക്ക് ചെയ്തത്, പിന്നെ നിങ്ങളത് നെഗ്ലക്റ്റ് ചെയ്തു, ഭക്ഷണത്തിലൊന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് കയറും. എബോ 300 ഒക്കെ ആയിട്ട് ടോട്ടൽ കൊളസ്ട്രോൾ തന്നെ നിൽക്കും. പിന്നെ നിങ്ങൾക്ക് LDLൻ്റെ ഒരു കണക്കറിയാം. LDL ഒക്കെ ആണെങ്കിലും ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. ആ മെഡിസിൻ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കാലാകാലം കഴിക്കേണ്ട ഒരു സ്റ്റേജിലോട്ട് പോകും. അത്തരം ഒരു സ്റ്റേജിലോട്ട് പോവാതിരിക്കാൻ നമ്മുടെ ഭക്ഷണത്തിലാണ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ പണ്ടൊക്കെ പലരും പറയുമായിരുന്നു കൊളസ്ട്രോൾ നമ്മൾ എണ്ണക്കടികൾ കഴിക്കരുത്, അല്ലെങ്കിൽ കൂടുതലായിട്ടും വറുത്തതും പൊരിച്ചതും കഴിക്കരുത് എന്ന് പറയായിരുന്നു. ഇത് മാത്രമാണോ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അത് ദഹിച്ചു കഴിഞ്ഞാൽ ഷുഗർ റിലീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഷുഗർ റിലീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് റിലീസാവും. ഇപ്പം വൈറ്റ് റൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഫുഡുകൾ തന്നെ നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് രക്തത്തിലോട്ട് ഷുഗർ റിലീസ് ചെയ്യുന്നതിന് കാരണമാവും. അപ്പോൾ നമ്മൾ വൈറ്റ് റൈസിൻ്റെ അളവ് കുറയ്ക്കുക തന്നെ വേണം, പഞ്ചസാര കട്ട് ചെയ്യുക. വൈറ്റ് റൈസിനേക്കാളും കുറച്ചും കൂടി ഒരു ഓപ്ഷൻ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്നത് എന്താണ്? ബ്രൗൺ റൈസ് അഥവാ കുത്തരി. ഈ ബ്രൗൺ റൈസ് കുറച്ചും കൂടി കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈ ഒരു ഹാർട്ട് ഹെൽത്തിനാണെങ്കിലും ഈ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിനകത്ത് പോയിട്ട് ഡെപ്പോസിറ്റ് ആവും. എന്നിട്ട് അത് നമ്മുടെ സർക്കുലേഷന്, രക്തയോട്ടത്തിന് രക്തയോട്ടം പ്രോപ്പറായിട്ട് നടക്കുന്നതിനൊരു തടസ്സം വരുത്തും. തടസ്സം വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഹാർട്ടിലോട്ടാണെങ്കിൽ ഹാർട്ട് മസിൽസ് ഡാമേജ് ആവും, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ബ്ലോക്ക് ഫോർമേഷൻ ഉണ്ടാക്കാം. അപ്പോൾ കാലിലോട്ട്, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പല പുരുഷന്മാരൊക്കെ സംബന്ധിച്ചിടത്തോളം കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാലും അവരിൽ ഈ ഒരു സെക്ഷൽ കംപ്ലയിൻറ്റ്സ് വരാം. അപ്പോൾ അവിടെ കൂടുതലായിട്ട് നമ്മൾ ഫാറ്റ് ആവുക, നമ്മൾ കൂടുതലായിട്ട് തടിക്കുക. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടും. അപ്പം ഇത് നമുക്കറിയാം, ഷുഗർ വരുന്ന ആളുകളിൽ ഈ ഒരു ഇറക്ഷൻ പ്രോബ്ലം വരും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അത് കുറയ്ക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വൈറ്റ് റൈസ് അഥവാ വെള്ളയരിയുടെ ഉപയോഗം കുറയ്ക്കാം. പഞ്ചസാര മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പുറത്തു നിന്ന് വാങ്ങി കഴിക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ചോറ് ഒഴിവാക്കണം, പഞ്ചസാര ഒഴിവാക്കണം. അത് കരുതിയിട്ട് പലരും ഈ ബർഗർ, പിസ്സ, സാൻഡ്വിച്ച് ഐറ്റംസൊക്കെ കൂടുതലായിട്ട് കഴിക്കും. അപ്പം ഇത് നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലോട്ട് റിലീസ് ചെയ്യുന്നത് ഷുഗർ തന്നെയാണ്. അപ്പം ഇങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്ന ശീലങ്ങളൊക്കെ മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ കൊളസ്ട്രോൾ ഞാൻ പറഞ്ഞല്ലോ, അത് നോർമലി കിടക്കുമ്പോൾ അതെന്താ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെ ഒരു അബ്നോർമൽ, ഇപ്പോൾ ഷുഗർ ആണെങ്കിലും നമുക്ക് നോർമൽ റേഞ്ചിലാണെങ്കിൽ ഷുഗർ നമ്മുടെ ബോഡിക്ക് വേണം. അല്ലാണ്ട് ഷുഗർ കുറഞ്ഞു പോയാൽ നമ്മൾ തലചുറ്റി വീഴാറില്ലേ? അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളും. കൊളസ്ട്രോൾ വേണം. ഇപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ കിടന്ന് അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ഈ കൊളസ്ട്രോൾ അത്യാവശ്യമാണ് ലിവറിനകത്ത്. അപ്പം ഇത് വേണം. ഇതിൻ്റെ ഒരു അളവ് വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരളവിൽ കീപ്പ് ചെയ്ത് നമ്മൾ പോകണം.
നമ്മളൊരു കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് LDL ഉണ്ടായിരിക്കാം, HDL ഉണ്ടായിരിക്കാം, ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം, ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടായിരിക്കാം. ഈ ട്രൈഗ്ലിസറൈഡ്സ് പലരും നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ട്രൈഗ്ലിസറൈഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുത്തും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിപ്പിഡ് പ്രൊഫൈലായിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിനകത്ത് കൊഴുപ്പ് എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഓർഗൻസിലും ഒക്കെ കിടക്കുന്നുണ്ട് കൊഴുപ്പ്. അപ്പോൾ അത് ഒരു പരിധിയിൽ കൂടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് കഴിക്കാം, എക്സസൈസ് ഡെയിലി ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് ഫാറ്റ് കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിയർപ്പിലൂടെയൊക്കെ തന്നെ അത് ബേൺ ഔട്ട് ആവും. അപ്പോൾ അത് ചെയ്യാതെ നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടുകൾ. ചെറുപ്പക്കാരിൽ നിന്ന് നമ്മൾ കൊളസ്ട്രോൾ കാണുന്നുണ്ട്. അവർ മെഡിസിൻസ് വരെ എടുത്തു തുടങ്ങി. അപ്പോൾ കൊളസ്ട്രോളിനൊന്നും ഒരിക്കലും ഒരു മെഡിസിൻസ് കഴിച്ച് വരേണ്ട ഒരു സാഹചര്യത്തിലോട്ട് നിങ്ങൾ പോവാതിരിക്കുക. അങ്ങനെ തന്നെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നോർമലിലോട്ട് കൊണ്ടുവരികയും പിന്നെ അത് നിർത്തുകയും മെഡിസിൻസ് നിർത്തുകയും ഭക്ഷണ രീതി കൺട്രോൾ ചെയ്ത് പോവുകയും ചെയ്യാം. പലരും പറയുന്നൊരു കാര്യമാണ്, കുറച്ച് കാലമല്ലേ ജീവിക്കുന്നുള്ളൂ, ഈ സമയത്തിനുള്ളിൽ നന്നായിട്ട് ഫുഡ് കഴിക്കട്ടെ എന്ന്. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. ഈ കുറച്ച് കാലമല്ലേ ജീവിക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മെഡിസിൻസ് കഴിക്കാൻ തുടങ്ങും. പിന്നെ ഈ മെഡിസിൻസ് കഴിച്ചിട്ട് നമ്മൾ കുറേ കാലം ജീവിക്കും, ചിലപ്പോൾ കുറച്ചധികം കാലം ജീവിക്കും. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ? അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാക്കും. അപ്പം എത്രത്തോളം നമുക്ക് അളവ് കുറച്ച് മെഡിസിൻസിൻ്റെ ഒക്കെ അളവ് കുറച്ച് ജീവിച്ച് പോകാൻ പറ്റുമോ അതാണ് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള രൂപം. പിന്നെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുന്ന് കഴിക്കാതിരിക്കരുത്. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് മരുന്ന് കഴിക്കണം. പക്ഷേ നമ്മൾ കാലാവർഷങ്ങളായിട്ട് മെഡിസിൻസ് കഴിക്കുക, അത് ഓരോരോ അസുഖത്തിന്, ഇപ്പോൾ ഒരു പനി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരിക, എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞാലൊക്കെ നമ്മൾ മരുന്ന് കഴിക്കണം. അതുപോലെയല്ല, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ കൊളസ്ട്രോൾ, ഷുഗർ, BP പോലുള്ള ബുദ്ധിമുട്ടുകൾ. അതൊക്കെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് തന്നെ നമുക്ക് ഇത്തരം അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിലും കൂടുതൽ നാരുകളുള്ള ഫുഡുകൾ കഴിക്കുക, എണ്ണക്കടികളും എല്ലാം തന്നെ നിങ്ങൾ കുറയ്ക്കണം. അപ്പോൾ എണ്ണക്കടികളും അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണക്കടികൾ കഴിച്ചിട്ടാണ് വരുന്നത് എന്ന് നമുക്കറിയായിരുന്നു. നമ്മൾ പണ്ട് അത് മാത്രമായിരുന്നു ബ്ലെയിം ചെയ്തിരുന്നത്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കണം. എണ്ണക്കടികൾ കഴിച്ചാലും ഇത് വരും, പഞ്ചസാര കൂടുതലായാലും വരും, അരിയാഹാരം കൂടുതലെടുത്ത് കഴിഞ്ഞാലൊക്കെ തന്നെ കൊളസ്ട്രോൾ വരും. എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ മാത്രം കഴിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ബോഡി ഡീടോക്സിഫൈ ചെയ്യുക. ലെമൺ വാട്ടർ, ജിഞ്ചർ വാട്ടറൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, കിടന്നുറങ്ങുക, എല്ലാ ദിവസവും 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് കൊളസ്ട്രോൾ നോർമലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്കും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക. പലരും കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാതിരിക്കാറുണ്ട്. അത് അവർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണം, കിതപ്പ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പലരും അത് നെഗ്ലക്റ്റ് ചെയ്ത് പോവും. അത് അത്ര മൈൻഡ് ചെയ്യില്ല. ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടുണ്ടാവില്ല. അതായത് ഈ ക്ഷീണമൊക്കെ അവർ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആയ പോലെ അവർക്ക് തോന്നും. പിന്നെ അവരതിനെക്കുറിച്ച് ആലോചിക്കില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ മൂലം പിന്നീട് ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.